കർത്താവിന്റെ വചനമാണ് 1 കൊരിന്ത്യർ 1:4. എല്ലാ തരത്തിലും ക്ലേശം അനുഭവിക്കുന്നവരെ ആശ്വസിപ്പിക്കുവിൻ. ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ലക്ഷ്യം എന്താണ്? എല്ലാ തരത്തിലും കൃപാസനം നോക്കിയാൽ, സാക്ഷ്യം നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും. എല്ലാ തരത്തിലും ക്ലേശം അനുഭവിക്കുന്നവരെ ദൈവം അമ്മയുടെ മധ്യസ്ഥലെ ആശ്വസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ശ്രുതികട്ടെ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വം, മഹത്വം. ദൈവപിതാവേ നന്ദി, ദൈവപിതാവേ മഹത്വം, ദൈവപിതാവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവിൻ്റെ തിരുസന്നിധിയിൽ നിന്ന് നമുക്ക് ആശ്വാസവും അനുഗ്രഹവും പ്രാപിക്കാൻ ഏറ്റവും നല്ല എളുപ്പ വഴിയെന്ന് പറയണത്, നമ്മൾക്ക് നമ്മുടെ വിഷയത്തോട് എന്തുമാത്രം ആശ്രയമുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ വിഷയം നടക്കണമെന്ന് ആഗ്രഹമുണ്ട്, അത്രയും നിങ്ങൾ മറ്റുള്ളവരുടെ വിഷയങ്ങളെക്കുറിച്ചും ആഗ്രഹപ്പെടണം. അപ്പം നിങ്ങൾ ദൈവസ്നേഹം ഉണ്ടെന്ന് ദൈവത്തിന് മനസ്സിലാകും. ഒരു മിനിമം ദൈവസ്നേഹം ഇല്ലാതെ കർത്താവിന് നിങ്ങളുടെ ആത്മാവിലേക്ക് ആകർഷിപ്പുണ്ടാകത്തില്ല. അനുഗ്രഹം എപ്പോഴും വർദ്ധിക്കുന്നത് ആകർഷിപ്പിലൂടെയാണ്. അപ്പം നമ്മളുടെ മുമ്പിലുള്ള ഒരു ആധ്യാത്മിക ആചാര്യന്മാരുടെ, ഗുരുക്കന്മാരുടെ മുമ്പിലുള്ള പ്രശ്നം, എങ്ങനെ മനുഷ്യനിലേക്ക് ദൈവത്തിൻ്റെ വസിപ്പ് ആകർഷിപ്പിച്ചെടുക്കാൻ പറ്റും. ആകർഷണം ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. ദൈവത്തിന് നിങ്ങളെ കണ്ട്, ഇപ്പം നിങ്ങൾ തന്നെ കല്യാണം കഴിക്കാനൊക്കെ പോകുമ്പോൾ നിങ്ങൾക്ക് ഒരു ആകർഷണമുണ്ട്. ആൾക്കാർ പറയത്തില്ല, ഒരു ഫയർ, സ്പാർക്ക് എന്നൊക്കെ അല്ലേ പറയണത്. അപ്പം അത് ദൈവത്തിന് നിങ്ങളെ കണ്ടാൽ ഒരു സ്പാർക്ക് തോന്നണം. ദൈവത്തിന് നിങ്ങളെ കണ്ടാൽ ഒരു സ്പാർക്ക് തോന്നണം. അതിനെന്താ ചെയ്യേണ്ടത്? അതിന് ദൈവത്തിൻ്റെ മനസ്സിൽ കുറച്ച് പ്ലാനുകളുണ്ട്. എന്താണ്? ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും. അതാണ്, അതൊക്കെ സ്പാർക്ക് ഉണ്ടാക്കാനുള്ള മാർഗങ്ങളാണത്. യോഹന്നാൻ 13:35. നിങ്ങൾ പരസ്പരം സ്നേഹിക്കുവിൻ. നിങ്ങൾ പരസ്പരം സ്നേഹിക്കുവിൻ. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കുവിൻ. നിങ്ങൾക്ക് ദൈവത്തിന് നിങ്ങളുടെ മേൽ സ്പാർക്ക് ഉണ്ടാക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു സൊല്യൂഷനാണത്, ഫോർമുലയാണ്. നിങ്ങളെപ്പോഴും ദൈവത്തിന് ഇപ്പം എൻ്റെ പിതാവിനാൽ ആകർഷിക്കപ്പെടാതെ ആർക്കും എൻ്റെ അടുത്ത് വരുവാൻ സാധ്യമല്ല. ഇവിടെ ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 യോഹന്നാൻ 6:44. എന്നെ അയച്ച പിതാവ് ആകർഷിച്ചാലല്ലാതെ ഒരുവനും എന്റെ അടുക്കിലേക്ക് വരാൻ സാധിക്കുകയില്ല. അന്ത്യദിനത്തിൽ അവനെ ഞാൻ ഉയർപ്പിക്കും. അതായത് എപ്പോഴും നമുക്ക് ആത്മീയ കാര്യങ്ങൾക്ക് ഒരു ആകർഷണം ഉണ്ടാകും. നിങ്ങളെക്കുറിച്ച് ദൈവത്തിനൊരു ആകർഷണമുണ്ട്. നിങ്ങളെക്കുറിച്ചൊരു ഡിപ്രിസിയേഷൻ ഉണ്ടാക്കേണ്ട കാര്യമില്ല. മനസ്സിലായില്ലേ? ചില ആൾക്കാരുടെ പ്രാർത്ഥനയ്ക്ക് ഉണ്ടാകുന്ന ഒരു പ്രശ്നം, അവർക്ക് അവരെക്കുറിച്ച് തന്നെ വലിയ വിലയില്ല. എൻ്റെ ജീവിതം മഹാമോശമായിരുന്നു, എൻ്റെ കൂതറ ജീവിതമായിരുന്നു എൻ്റെത്, അതുകൊണ്ട് ഞാൻ പ്രാർത്ഥിച്ചാലും കേൾക്കത്തില്ല. അങ്ങനെ നിങ്ങൾക്ക് നിങ്ങളെക്കുറിച്ചൊരു ഐഡിയ, ഡിപ്രിസിയേഷനാണ് എന്താണ്? ഒരു മിനിമം അതൊരു മൂല്യക്കുറവുണ്ട്. അതിൻ്റെ ആവശ്യമില്ലെന്നാണ് ഇപ്പോൾ പരിശുദ്ധാത്മാ പറയണത്. എന്താ കാര്യം? നിങ്ങളുടെ പഴയ കാലം നിങ്ങളെ ദൈവം ഇപ്പോഴും കണക്കിലെടുക്കണില്ല. ദൈവം കണക്കിലെടുക്കുന്നില്ല. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 17:30.
അജ്ഞതയുടെ കാലഘട്ടങ്ങളെ ഏറ്റു പറഞ്ഞ് അജ്ഞതയുടെ കാലഘട്ടങ്ങളെ ദൈവം കണക്കിലെടുത്തില്ല. എന്നാൽ ഇപ്പോൾ എല്ലായിടത്തുമുള്ള സകല ജനങ്ങളും പശ്ചാത്തപിക്കണമെന്ന് അവിടുന്ന് ആജ്ഞാപിക്കുന്നു. അപ്പോൾ ഇത് എന്ത് റൈറ്റ് ഓഫ് ചെയ്തിട്ടുണ്ട്, എവിടെയോ വെച്ച് റൈറ്റ് ഓഫിങ് സംഭവിച്ചിട്ടുണ്ട്, എഴുതി തള്ളിയിട്ടുണ്ട്. നിങ്ങളെ ആകർഷിച്ച കർത്താവിൻ്റെ അടുത്ത് വരുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? വരുന്നവനെ അനുഗ്രഹിക്കാൻ ദൈവം തീരുമാനിച്ചെന്നല്ലേ? അനുഗ്രഹിക്കാൻ ദൈവം തീരുമാനിച്ചെന്നല്ലേ? അതിൻ്റെ അർത്ഥം റൈറ്റ് ഓഫ് നടന്നിട്ടുണ്ട്. എഴുതിയോ കർത്താവ് നിങ്ങളുടെ പഴയ കടങ്ങളെ വെട്ടിക്കളഞ്ഞിട്ടുണ്ട്. വെട്ടിക്കളഞ്ഞതിന് കാരണങ്ങളുണ്ട്. അത് ഈ ആകർഷിപ്പുള്ളതുകൊണ്ടാണല്ലോ അടുത്ത് വരണത്. ആകർഷിപ്പിൻ്റെ കാരണങ്ങളൊന്ന്, ഏതോ ഒരു ക്വാളിറ്റി നിങ്ങളിൽ ഇപ്പോഴും ദൈവത്തിന് ഇഷ്ടപ്പെട്ടതുണ്ട്, സ്പാർക്കുള്ളതുണ്ട്. പറഞ്ഞാൽ മനസ്സിലാകുന്നുണ്ടോ? ഞാൻ കർത്താവ് പറയണതനുസരിച്ചാണ് നിങ്ങളോട് സംസാരിച്ചുകൊണ്ട് ഇരിക്കുന്നത്. ഏതോ ഒരു ക്വാളിറ്റി, ഗുണം നിങ്ങളിൽ ഇപ്പോഴും കർത്താവിന് ഇഷ്ടപ്പെട്ടതുണ്ട്. അതുകൊണ്ടാണ് ആസന്നമായതിനെ ഊതിക്കത്തിക്കാൻ പറയണത്. ബൈബിള് കുത്തിക്കെട്ടി ഒതുക്കുമ്പോൾ അവസാനത്തെ അതിൻ്റെ ഉപസംഹാരത്തിൽ വരണത് അവസാന വാക്കുകളാണ്. എന്താണ്? നിങ്ങളിൽ ആസന്നമായതിനെ ഉദിക്കത്തിക്കാൻ. വെളിപാട് 3:2 ഉണരുക, നിന്നിൽ ആസന്ന മരണമായി അവശേഷിക്കുന്നതിനെ ഉത്തേജിപ്പിക്കുക. എന്തെന്നാൽ എന്റെ ദൈവത്തിന്റെ മുമ്പിൽ നിന്റെ പ്രവൃത്തികൾ പൂർണ്ണമായും നിർവഹിക്കപ്പെട്ടതായി ഞാൻ കാണുന്നില്ല. അപ്പോൾ നിങ്ങൾ ദൈവത്തിൻ്റെ പ്രവൃത്തികൾ ചെയ്തിട്ടുണ്ട്, അത് പൂർണ്ണമായിട്ടില്ല എന്നാണ് പറയണത്. ഇപ്പം എന്താ സംഭവം? നിന്നിൽ ആസന്ന മരണമായതിനെ ഊതിക്കത്തിക്കാൻ എന്തോ ഒരു കണ്ടൻറ്റ് നിങ്ങളിൽ ദൈവത്തിന് ഇപ്പോഴും ഇഷ്ടപ്പെട്ടതായിട്ടുണ്ട്. അതാണ് എൻ്റെ സ്പാർക്ക് എന്ന് പറയണത്. ചിലപ്പോൾ നിൻ്റെ കുടപ്പുറമാരുള്ള സ്നേഹമായിരിക്കാം നിൻ്റെ. ചിലപ്പോൾ മക്കൾ തന്നെ എല്ലാവരും നിങ്ങളെ അപ്പന്മാർ ഉപേക്ഷിക്കുമ്പോൾ ഒരാൾ അവിടെ പഠിത്തവും മുടക്കി, അവർക്ക് വേണ്ടി തന്നെ അവരെ ഓഫറും മുടക്കി അവിടെ നിൽക്കും. എല്ലാവർക്കും ഒരുപോലെ അമ്മയാണ്, എല്ലാവർക്കും ഒരുപോലെ അപ്പനാണെങ്കിലും അപ്പനും അമ്മയും കിടപ്പായി കഴിഞ്ഞാൽ എല്ലാ മക്കളും ഒരുപോലെ അല്ലല്ല നോക്കണത്. ഒരാളതിൻ്റെ അകത്ത് ഉണ്ടാകും. എന്താണ്? ഒന്നും കിട്ടിയിട്ടില്ല. കൊടുത്തതൊക്കെ ചിലപ്പോൾ ഇളയ മക്കൾക്ക് മൂത്ത മക്കൾക്ക് ആയിരിക്കും. എനിക്ക് അപ്പൻ്റെ ഒന്നും കിട്ടിയിട്ടില്ല, എങ്കിലും എൻ്റെ അപ്പനല്ലേ എന്നും പറഞ്ഞുകൊണ്ട് ഒരാൾ നിൽക്കും. അതാണ് നിന്നിൽ ആസന്ന മരണം. അതാണ് ദൈവത്തിൻ്റെ ആകർഷണത്തിൻ്റെ സ്പാർക്കിംഗ് പോയിൻ്റ്. അത് മറ്റുള്ളവരോട് നീ കാണിക്കുന്നതാണ്. അല്ല, മറ്റുള്ളവരോട് നീ കാണിക്കുന്ന ഇപ്പോൾ ഈശോ ഫെയർവെൽ സ്പീച്ചില്ലേ, കർത്താവിൻ്റെ വിടവാങ്ങൽ സന്ദേശങ്ങൾ നോക്കുമ്പോൾ നോക്കിയാൽ കാല് കഴുകിയതിന് ശേഷം പറയണത് എന്താണ്? നിങ്ങൾ എന്നെ ഗുരുവെന്നും നാഥനെന്ന് വിളിക്കുന്നു. ദാറ്റ് ഇസ് കറക്റ്റ്. നിങ്ങളുടെ ഗുരു നാഥനുമായി ഞാൻ നിങ്ങളുടെ പാദങ്ങൾ കഴുകിയെങ്കിൽ നിങ്ങളും. യോഹന്നാൻ 13:14 നിങ്ങളുടെ കർത്താവും ഗുരുവുമായ ഞാൻ നിങ്ങളുടെ പാദങ്ങൾ കഴുകിയെങ്കിൽ നിങ്ങളും പരസ്പരം പാദങ്ങൾ കഴുകണം. അതായത് എപ്പോഴും നമ്മൾ ഡിവൈൻ സ്പാർക്ക്, ദൈവത്തിന് നമ്മളോടൊരു ആകർഷണം തോന്നാനുള്ള, സ്പാർക്ക് ഉണ്ടാകാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത് നമ്മൾക്ക് മറ്റുള്ളവരോടുള്ള അടുപ്പമാണ്. അവർ ബന്ധുക്കളാകണമെന്ന് സ്വന്തപ്പെട്ടവരാകണമെന്നില്ല. ഒരു ബന്ധുവില്ല ജീവിതത്തിൽ ആദ്യം കാണുകയിരിക്കും. എങ്കിലും അവരുടെ ദൈന്യാവസ്ഥയിൽ നമ്മൾക്ക് അവരോടൊരു സന്ധിപ്പ് തോന്നിയ അതിനാണ് സ്പാർക്ക് എന്ന് പറയുന്നത്. ഈ ഒരു പോയിൻ്റ് വെച്ചാണ് ദൈവം നിന്നിലേക്ക് ആകർഷിപ്പ് ഉണ്ടാകുന്നത്. ആകർഷിപ്പ് കൂടും ഇങ്ങനെ കുറച്ച് കഴിയുമ്പോൾ. നിൻ്റെ സൽപ്രവർത്തികൾ അനുസരിച്ച് കൊണ്ട് നേരത്തെ പറഞ്ഞ പോലെ നിൻ്റെ പ്രവർത്തികൾ ദൈവത്തിൻ്റെ വചനമനുസരിച്ച് പൂർണ്ണമാകുന്നത്, ഭാഗികമായ പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ ഉള്ളത്. അത് ദൈവസ്നേഹത്താൽ പൂർണ്ണമാകുന്ന അനുസരിച്ച് കൊണ്ട് എന്തു ചെയ്യും? ദൈവത്തിൻ്റെ ആകർഷണം അസൂയ നിർഭരമായ ആകർഷണമായിട്ട് മാറും. ആകർഷണത്തിൻ്റെ ഇൻറ്റൻസിറ്റി, അട്രാക്ഷൻ്റെ ഇൻറ്റൻസിറ്റി കൂടും. അതുകൊണ്ടാണ് നിൻ്റെ ആത്മാവിനെ അസൂയയോടെ അഭിലഷിച്ചോട്ടെ. യാക്കോബ് 4:5
യാക്കോബ് 4:5 നമ്മിൽ നിക്ഷേപിച്ചിരിക്കുന്ന ആത്മാവിനെ ദൈവം അസൂയയോടെ അഭിലഷിക്കുന്നു എന്ന തിരുവെഴുത്ത് വൃഥാ ആണെന്ന് നിങ്ങൾ വിചാരിക്കുന്നുവോ? പരിശുദ്ധ അമ്മയ്ക്കും ദൈവകുമാരനും ഒരുപാട് നന്ദി പറയുന്നു. എൻ്റെ പേര് സാനി ചാക്കോ. ഞാൻ വരുന്നത് UK ലണ്ടനിൽ നിന്നാണ്. ഇതെൻ്റെ ഹസ്ബൻഡ് ടോണി സെബാസ്റ്റ്യൻ. ഇതെൻ്റെ കുഞ്ഞ് മറിയം റോസ് ടോണി. ഞാൻ ആദ്യമായിട്ട് UK പോകുന്നത് 2022 സെപ്റ്റംബറിലാണ്. സ്റ്റുഡൻറ്റ് വിസയിലാണ് പോകുന്നത്. എൻ്റെ കോഴ്സ് ഒരു വർഷത്തെ കോഴ്സായിരുന്നു. ആ കോഴ്സ് കഴിയുന്നതിൻ്റെ ലാസ്റ്റ് ടൈമിൽ എനിക്കൊരു 4 അസസ്മെൻറ്റ് സബ്മിറ്റ് ചെയ്യാനുണ്ടായിരുന്നു. അസസ്മെൻറ്റ് സബ്മിറ്റ് ചെയ്തപ്പോൾ 4 സബ്മിറ്റ് ചെയ്തപ്പോൾ റോങ് സൈറ്റിലാണ് ഞാൻ സബ്മിറ്റ് ചെയ്തു പോയത്. അപ്പോഴൊന്നും ഞാനത് അറിഞ്ഞില്ല. റിസൾട്ട് വന്നപ്പോഴും 4 സബ്ജക്റ്റിനും പാസ്സായി, 4 മൊഡ്യൂൾസിനും പാസ്സായതായിട്ടാണ് കാണിച്ചത്. 4 മൊഡ്യൂൾസിന് പാസ്സായി. പക്ഷേ ഒന്നുകൂടെ റീചെക്ക് ചെയ്തപ്പോഴാണ് എൻ്റെ സൈറ്റ് മാറിയാണ് ഞാൻ സബ്മിറ്റ് ചെയ്തത്. എങ്കിലും സബ്ജക്റ്റ് പാസ്സായിട്ടുണ്ട്. പക്ഷേ ഡിസിഷൻ വന്നപ്പോൾ ഞാൻ ഇയർ റിപ്പീറ്റ് ചെയ്യണം എന്ന് പറഞ്ഞിട്ടാണ് എനിക്ക് ഡിസിഷൻ വന്നത്. അതായത് ഞാൻ ഈ ഒരു വർഷത്തെ കോഴ്സ് അടുത്ത വർഷം ഒന്നുകൂടി ചെയ്യണം. പക്ഷേ എക്സ്ട്രാ പേയ്മെൻറ്റ് അടയ്ക്കേണ്ടത് കൊണ്ടും അല്ലാതെ ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടാണ് അസസ്മെൻ്റൊക്കെ സബ്മിറ്റ് ചെയ്തത്. അപ്പോൾ ആ ഒരു ബുദ്ധിമുട്ട് കൊണ്ടിട്ട് എനിക്ക് രണ്ടാമത് ഇയർ റിപ്പീറ്റ് ചെയ്യാൻ വളരെ സങ്കടമായിരുന്നു. അപ്പോൾ ഞാനത് ചെയ്യുന്നില്ല. എനിക്ക് വേറെ എന്തെങ്കിലും ഒരു ഓപ്ഷൻ ഉണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട് ഞാൻ എൻ്റെ പ്രൊഫസറുമായിട്ട് കോൺടാക്റ്റ് ചെയ്തു. അപ്പോൾ അവർ പറഞ്ഞു ഒരു ഓപ്ഷനും ഇല്ല, വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അങ്ങനെയാണ് എൻ്റെ അമ്മയും മദറിൻലോ ഹസ്ബൻഡ് അമ്മയും ഇവിടെ ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നു. അമ്മ എന്നോട് പറഞ്ഞു ഓൺലൈനായിട്ട് ഉടമ്പടി എടുക്കുക എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഓൺലൈനായിട്ട് ഉടമ്പടി എടുത്തു. അപ്പോൾ അങ്ങനെ ഇരിക്കുക അവിടുത്തെ ഹോളിഡേ കഴിഞ്ഞ സമയത്ത് എൻ്റെ പ്രൊഫസറിൻ്റെ ഒരു മെയിൽ വന്നു, നാളെ ഒരു ഓൺലൈൻ മീറ്റിംഗ് ഉണ്ട്, ഞാനുമായിട്ട് അറ്റൻഡ് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ എൻ്റെ കയ്യിൽ ഹസ്ബൻഡ് അമ്മ ഇവിടുന്ന് കൊടുത്തുവിട്ട വെഞ്ചരിച്ച നേർച്ച വസ്തുക്കളായ ഉപ്പ്, ഉടമ്പടി തൈലം, തേൻ ഇതൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഉപ്പും ഉടമ്പടി തൈലവും ആയിട്ടാണ് ഞാൻ മീറ്റിങ്ങിൽ അവരുടെ കൂടെ ഇരുന്നത്. അവർ എന്നോട് പറഞ്ഞു ഒരു ഓപ്ഷനും ഇല്ല, ഇയർ റിപ്പീറ്റ് ചെയ്യുക, ഞങ്ങൾ വേണ്ട സപ്പോർട്ടൊക്കെ തരാം എന്നൊക്കെ എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ഫിനാൻഷ്യലി ക്രൈസിസ് ഉണ്ട്, ഇനിയും ബുദ്ധിമുട്ടാണ്, എൻ്റെ ഹസ്ബൻഡും കുഞ്ഞും കൂടെയുണ്ട്, അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു നോക്കിയിട്ട് അവർ പറഞ്ഞു വേറെ ഓപ്ഷനില്ല. അവസാനം മീറ്റിംഗ് എൻഡ് ചെയ്യുന്ന ടൈമിൽ അവരെന്നോട് പറഞ്ഞു ഒരു കാര്യം ചെയ്യാം, നിനക്ക് ക്രെഡിറ്റ്സ് 160 എബവ് ഉണ്ടെങ്കിൽ 160 ക്രെഡിറ്റ്സ് കൂടുതലുണ്ടെങ്കിൽ കോഴ്സ് ഞാൻ പാസ്സാക്കി തരാം എന്നോട് പറഞ്ഞു. അങ്ങനെ ഞാൻ പറഞ്ഞു ഓക്കെ, അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ ഞാൻ അതുമായിട്ട് മുന്നോട്ട് പോകാൻ തയ്യാറാണെന്ന് പറഞ്ഞു. അങ്ങനെ അവരെന്നോട് പറഞ്ഞു അവരുടെ സീനിയറിനോട് സംസാരിച്ചിട്ട് നാളെ എനിക്ക് റിപ്ലൈ തരാമെന്ന് പറഞ്ഞു. അങ്ങനെ അവർ സംസാരിച്ചിട്ട് പിറ്റേ ദിവസം എനിക്ക് റിപ്ലൈ തന്നു, എനിക്ക് 160 എബവ് ക്രെഡിറ്റ്സ് ഉണ്ട്, സോ അതുകൊണ്ട് അവരെനിക്ക് കോഴ്സ് പാസ്സാക്കി തരാം. അത് ഞാൻ ഒപ്റ്റ് ചെയ്യുവാണെങ്കിൽ വിസയിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞു. പക്ഷേ ഏതാ പ്രശ്നം എന്നൊന്നും ഞാൻ തിരക്കിയില്ല. അപ്പോൾ എനിക്ക് സർട്ടിഫിക്കറ്റ് കിട്ടുമല്ലോ, പാസ്സാകുമല്ലോ എന്നൊരു ഉറപ്പിൻ്റെ പുറത്ത് ഞാൻ പറഞ്ഞു ഓക്കെ എനിക്ക് കുഴപ്പമില്ല, ഞാൻ മുന്നോട്ട് പോവാണ്, എനിക്ക് ക്രെഡിറ്റ്സ് ഞാൻ എടുത്തിട്ട് അത് വെച്ച് എനിക്ക് പാസ്സായാൽ മതി എന്ന് പറഞ്ഞിട്ട് ഞാൻ അഡോപ്റ്റ് ചെയ്തു. അങ്ങനെ അവരെനിക്ക് ക്രെഡിറ്റ്സ് വെച്ചിട്ട് എൻ്റെ സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്തു. ആ ഒരു ഉറപ്പിൻ്റെ പുറത്ത് ഞാൻ എൻ്റെ ഫീസ് ബാലൻസ് 5 ലക്ഷം രൂപയോളം ഉണ്ടായിരുന്നു, അത് ഞാൻ ഫീസും അടച്ചു. ഈ കാര്യങ്ങളും ചെയ്ത് കഴിഞ്ഞിട്ട് 2 ദിവസം കഴിയുമ്പോൾ എനിക്ക് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് മെയിൽ വരുവാണ്, എൻ്റെ വിസ അവർ ക്യാൻസൽ ചെയ്തു. ഞാൻ ക്രെഡിറ്റ്സ് ഒപ്റ്റ് ചെയ്തതുകൊണ്ട് വിസ ക്യാൻസൽ ചെയ്തു. അതുകൊണ്ട് എനിക്ക് PSW സ്റ്റേ ബാക്കിന് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് സർട്ടിഫിക്കറ്റ് വാങ്ങിച്ച് ഞാൻ തിരിച്ച് ഇന്ത്യയിലേക്ക് വരണം എന്ന് പറഞ്ഞിട്ട് എനിക്ക് മെയിൽ വന്നു. അങ്ങനെ മെയിൽ വന്നപ്പോഴത്തേക്കും വേറൊരു ഓപ്ഷൻ എൻ്റെ മുന്നിലില്ല. അതുകൊണ്ട് ഞാൻ വേറെ വർക്ക് വിസ എടുക്കാമെന്ന് വെച്ചു. അങ്ങനെ ഞാൻ വർക്ക് വിസ എടുത്തു. അതിന് ഏകദേശം 12.5 ലക്ഷം രൂപ കൊടുത്താണ് ഞാൻ അടുത്ത വിസ എടുക്കുന്നത്. അപ്പോഴും എനിക്ക് ഫിനാൻഷ്യലി കുറേ ബുദ്ധിമുട്ടുണ്ടായിരുന്നെങ്കിലും മാതാവിൻ്റെ അനുഗ്രഹത്താൽ പൈസ എല്ലാം നമുക്ക് റെഡിയായി ആ ഒരു ടൈമിൽ കിട്ടി. അങ്ങനെ പൈസ കൊടുത്ത് നമ്മൾ COS കിട്ടിയിട്ട് ഞങ്ങൾ വിസയ്ക്ക് അപ്ലൈ ചെയ്ത ടൈമിൽ മാർച്ച് 11-ാം തീയതി അവിടുത്തെ റൂൾ ചേഞ്ച് ആവുകയാണ്, ഡിപ്പെൻഡൻറ്റിന് വിസ അലൗഡ് അല്ല എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ഞങ്ങൾ അതിന് മുമ്പ് തന്നെ വിസയ്ക്ക് അപ്ലൈ ചെയ്തു. അപ്പോൾ എനിക്കൊരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു, എൻ്റെ ഒരു മെറിറ്റിൽ ഞാൻ വിശ്വസിച്ചു. കാരണം എനിക്ക് സർട്ടിഫിക്കറ്റ് കിട്ടിയല്ലോ, യൂണിവേഴ്സിറ്റിയുടെ സൈഡിൽ നിന്നെല്ലാം ചെയ്തു, അതുകൊണ്ട് തന്നെ വിസ കിട്ടും എന്നെനിക്കൊരു ഉറപ്പുണ്ടായിരുന്നു. അങ്ങനെ വിസയ്ക്ക് അപ്ലൈ ചെയ്തിട്ട് അതുവരെ ഒരു അപ്ഡേറ്റ്സും കിട്ടിയില്ല. ഞാൻ അന്ന് സോളിസിറ്റർ വഴി, അതായത് അഡ്വക്കേറ്റ് വഴിയാണ് ഞാൻ ചെയ്തത്. അപ്പോൾ അതിനുശേഷം ഒരു 60 ദിവസത്തിനുള്ളിൽ എനിക്ക് റിപ്ലൈ തന്നു.
എൻ്റെ വിസ റിജക്റ്റ് ചെയ്തു എന്ന് പറഞ്ഞിട്ട്. അത് എനിക്ക് ഒരിക്കലും ഒരു രീതിയിലും ഞാൻ വിചാരിച്ചില്ല. കാര്യം സർട്ടിഫിക്കറ്റ് കയ്യിലുള്ളത് കൊണ്ട് യൂണിവേഴ്സിറ്റിയുടെ ഭാഗത്തുനിന്ന് വേറെ ഒന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് വിസ തരാനായിട്ട് UKVAക്ക് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ അങ്ങനെ അല്ലായിരുന്നു, അവർ വിസ റിജക്റ്റ് ചെയ്തു. അതിനുള്ള റീസൺ അവർ പറഞ്ഞത് ഞാൻ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തില്ല എന്നാണ് പറഞ്ഞത്. യൂണിവേഴ്സിറ്റിയിൽ നിന്ന് അങ്ങനെ ഒരു ഇൻഫർമേഷനാണ് അവർക്ക് കിട്ടിയതെന്നും അതിൽ മെൻഷൻ ചെയ്തു. അങ്ങനെ വേറൊരു ഓപ്ഷൻ എൻ്റെ മുന്നിലില്ല. ഞാൻ സോളിസിറ്ററിനെ പോയി കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇനി വേറെ ഓപ്ഷനൊന്നുമില്ല, നിങ്ങൾക്ക് ഫീ വേവർ എന്നൊരു ഓപ്ഷൻ, അതായത് ഒരു ആപ്ലിക്കേഷൻ നമുക്ക് തൽക്കാലം ഇടാം, അതിന് റിപ്ലൈ വരുമ്പോൾ വേറെ എന്താണെന്ന് വെച്ചാൽ ഫർദർ നമുക്ക് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് അപ്പീലിന് പോകാം എന്നാണ് പറഞ്ഞത്. അപ്പീലിന് പോകണമെങ്കിൽ 2 ലക്ഷം രൂപയുടെ ചിലവുണ്ട്. ഒരുറപ്പുമില്ല നമുക്ക് വിസ കിട്ടുമോ ഇല്ലയോ എന്നുള്ളതിനൊരു ഉറപ്പുമില്ല. അങ്ങനെ ഞങ്ങൾ ഫീ വേവർ ഇട്ടു. അപ്പോൾ ആ ടൈമിൽ ഞങ്ങൾ ജോലി ചെയ്യുന്നുണ്ടായിരുന്നു. എൻ്റെ വിസ ഓൾറെഡി യൂണിവേഴ്സിറ്റി വിസ എക്സ്പയർ ആയി. പക്ഷേ എന്നാലും നമുക്ക് ആപ്ലിക്കേഷൻ ഇട്ടത് കൊണ്ടിട്ട് ജോലി ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു. സാധാരണ ആപ്ലിക്കേഷൻ്റെ അവർ ഒരു 4 to 5 months അവർ റെസ്പോണ്ട് ചെയ്യേണ്ടതാണ്. പക്ഷേ 9 months വരെ ഞങ്ങൾക്കത് റെസ്പോണ്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ജോലി ചെയ്യുന്നതിന് ബുദ്ധിമുട്ടൊന്നും വന്നില്ല. ആ ഒരു ടൈമിൽ വിസ റിജക്ഷനായി. ഇനി എന്ത് ചെയ്യുമെന്ന് അറിയത്തില്ല. ആരെയും കണ്ടിട്ട് ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യം ആരും പറഞ്ഞില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ പിന്നെ ഉടമ്പടിയിൽ കൂടുതൽ ശക്തമായിട്ട് പ്രാർത്ഥിക്കാനും ഉടമ്പടി നിബന്ധനകളൊക്കെ കൂടുതൽ തീക്ഷ്ണതയോടുകൂടെ ചെയ്യാനും തുടങ്ങി. കറക്റ്റ് ടൈമിന് എഴുന്നേറ്റ് പ്രാർത്ഥിച്ചു. വ്യഞ്ചരിച്ച വസ്തുക്കൾ ഉപയോഗിക്കാൻ തുടങ്ങി. രാവിലെ അതുപോലെ എല്ലാ ദിവസവും മുടങ്ങാതെ പള്ളിയിൽ കഴിയുന്ന ദിവസങ്ങൾ, ജോലിയില്ലാത്ത ദിവസങ്ങളിൽ ഞങ്ങൾ പള്ളിയിൽ പോകും. ഞായറാഴ്ച ദിവസം സ്പെഷ്യൽ ഓഫ് റിക്വസ്റ്റ് കൊടുത്ത് ഞങ്ങൾ പള്ളിയിൽ പോകാൻ തുടങ്ങി. ആഴ്ചയിലൊരു ദിവസം ഉപവസിക്കാൻ തുടങ്ങി. അത് പിന്നെ 2 ദിവസമായിട്ട് ഉപവാസം തുടങ്ങി. പിന്നെ ഇവിടെ കാരുണ്യ പ്രവർത്തികളായിട്ട് നമ്മളെ കൊണ്ട് ഫിനാൻഷ്യലി ബുദ്ധിമുട്ടുണ്ട്, എന്നാൽ പോലും എല്ലാ മാസവും നമുക്ക് ഇവിടെ സ്കൂളിൽ നമ്മൾ ഫിനാൻഷ്യലി ഹെൽപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു. അതുപോലെ എൻ്റെ ബ്രദർ എനിക്ക് അവിടേക്ക് ഞാൻ ഇംഗ്ലീഷ് പത്രം കൊറിയർ ചെയ്യിച്ച് ഞാൻ അവിടെ പ്രേക്ഷിത പ്രവർത്തനം ചെയ്തു. ഞാൻ മോളെ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന് കാണിക്കുന്ന ടൈമിൽ അവിടുത്തെ ഡോക്ടേഴ്സിന് ഞാൻ അവിടെ കയറിയിട്ട് ചോദിക്കും, ഞാനൊരു പത്രം തന്നോട്ടെ എന്ന് ചോദിച്ചാൽ അവരെ അങ്ങനെ ആരും എന്നോട് വേണ്ടാന്ന് പറഞ്ഞിട്ടില്ല. എന്തുകൊണ്ടാണെന്ന് അറിയത്തില്ല. സാധാരണ അങ്ങനെയൊക്കെ പോയാൽ അങ്ങനെ പത്രം കൊടുക്കാൻ പറ്റുമെന്നും എനിക്കറിയത്തില്ല. പക്ഷേ അങ്ങനെ പത്രം ഞാൻ കൊണ്ട് അവിടുത്തെ ഡോക്ടേഴ്സിന് കൊടുത്തു, അവിടുത്തെ രോഗികൾക്ക് കൊടുത്തു. പിന്നെ അവിടുത്തെ ചർച്ചിൽ പോകുമ്പോൾ ഞാൻ അവിടെ കൊടുക്കും. വഴികളിലൊക്കെ പോകുന്ന വഴിക്ക്, ഞാൻ ജോലിക്ക് പോകുന്ന വഴിക്ക് എൻ്റെ ഒരു 5-10 പത്രം ഞാൻ കയ്യിലെടുത്തിരിക്കും. ട്രെയിനിലോ പുറത്തോ എവിടെയെങ്കിലും കാണുന്നവർക്ക് ഞാൻ കൊടുക്കും. എന്നെ ഒരുപാട് പേര് കളിയാക്കിയിട്ടുണ്ട്. എൻ്റെ കൂടെയുള്ള ഫ്രണ്ട്സ് പോലും എന്നെ കളിയാക്കിയിട്ടുണ്ട്. നീ ഇതിവിടെ കൊണ്ടുവന്ന് കൊടുത്താൽ മാതാവ് ഇതെല്ലാം കാണാൻ പോവാണോ എന്നൊക്കെ ചോദിച്ച് എന്നെ കളിയാക്കിയിട്ടുണ്ട്. പക്ഷേ ഞാൻ അവിടെ പത്രം കൊണ്ട് കൊടുത്തു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എൻ്റെ ഒരു ഫ്രണ്ട് പറയുന്നത്, എന്താണെങ്കിലും വിസ റിജക്ഷൻ വന്നല്ലോ, COS അതായത് വിസയ്ക്ക് ഞാൻ അപ്ലൈ ചെയ്യേണ്ട ഒരു പേപ്പറുണ്ട്, നമ്മുടെ എംപ്ലോയർ തരുന്നതാണ്, അതിൻ്റെ കയ്യിൽ ഇരിപ്പുണ്ടല്ലോ, ഒന്നും കൂടി അപ്ലൈ ചെയ്ത് നോക്കി, എന്തായാലും ഇത്ര ആയില്ലേ, സ്വന്തം റിസ്കിൽ ഒന്നും കൂടി അപ്ലൈ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങളുടെ ഒരു കോമൺ ഫ്രണ്ട് അവൻ ഹെൽപ്പ് ചെയ്ത് ഞങ്ങൾ ഒന്നും കൂടി ആപ്ലിക്കേഷൻ ഇട്ടു. ഒരു സോളിസിറ്ററിന്, ഒരു വക്കീലിൻ്റെ ഹെൽപ്പ് ഇല്ലാതെ ആർക്കും ഒന്നിനും പോയില്ല. നമ്മൾ തന്നെ നമ്മുടെ ഓൺ റിസ്കിൽ ആപ്ലിക്കേഷൻ ഇട്ടു. ആപ്ലിക്കേഷൻ ഇട്ടപ്പോൾ മാർച്ച് 11-ാം തീയതി റൂളൊക്കെ മാറി. എന്നിട്ടും നമ്മൾ ആപ്ലിക്കേഷൻ കിട്ടാനൊരു സാധ്യതയില്ല. ഇനിയിപ്പോൾ ഇൻ കേസ് കിട്ടിയാൽ എനിക്ക് കിട്ടാനേ സാധ്യതയുള്ളൂ. ഹസ്ബൻഡും മോക്കും എന്താണെങ്കിലും കിട്ടത്തില്ല. കാര്യം ഡിപ്പെൻഡൻറ്റ് വിസ അവിടെ അലൗഡ് അല്ലാതാക്കി. മാർച്ച് 11 കഴിഞ്ഞിട്ട് മെയിലാണ് ഞങ്ങൾക്ക് അതിൻ്റെ റിപ്ലൈ വന്നത്, ആദ്യത്തെ വിസ റിജക്ഷൻ ആയെന്നുള്ളത്. അപ്പോൾ എന്താണെങ്കിലും റൂളും മാറി. എന്നാലും എന്നിരിക്കലും നമ്മൾ എല്ലാം വെച്ചിട്ട് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് എനിക്ക് സർട്ടിഫിക്കറ്റ് കിട്ടിയെന്നും ഞാൻ ഫീസൊന്നും പെൻഡിങ് ഇല്ല, എല്ലാം അടച്ചു, കുഞ്ഞു പഠിക്കുകയാണ് ഇവിടെ, അങ്ങനെയൊക്കെ കുറേ റീസൺസ് വെച്ചിട്ട് മെയിൽ അയച്ചു. വിസ ആപ്ലിക്കേഷൻ ഇട്ടു. പക്ഷേ ഞാൻ ആ വിസയെക്കുറിച്ച് ഒട്ടും ബോധേഡായിരുന്നില്ല. ഞാൻ എൻ്റെ ഉടമ്പടിയിൽ കണ്ടിന്യൂ ചെയ്തു. ഞങ്ങൾ രണ്ടുപേരും ഉടമ്പടിയിൽ കണ്ടിന്യൂ ചെയ്തു. കൂടുതൽ ബൈബിൾ വായിക്കാൻ തുടങ്ങി. ഒരു ദിവസം പോലും മുടക്കമില്ലാതെ അച്ഛൻ്റെ ഉടമ്പടി ധ്യാനം കൂടി. എല്ലാ ദിവസവും രാവിലെ പ്രാർത്ഥിക്കുമായിരുന്നു. ആ ഒരു ടൈമിലാണ് ഡെയിലി ബ്രെഡ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഡെയിലി ബ്രെഡ് ഒരു തവണ പോലും മുടങ്ങാതെ ഞങ്ങൾ ഡെയിലി ബ്രെഡ് കൂടി. ആദ്യം വിസ വെച്ചപ്പോൾ വിസയ്ക്ക് ആപ്ലിക്കേഷൻ ഇട്ടപ്പോൾ എനിക്ക് കറക്റ്റായിട്ട് അപ്ഡേറ്റ്സ് ഒന്നും അങ്ങനെ കിട്ടുന്നുണ്ടായിരുന്നില്ല. രണ്ടാമത് വിസയ്ക്ക് ആപ്ലിക്കേഷൻ ഇട്ടപ്പോൾ എനിക്ക് അപ്ഡേറ്റ്സ് വരുന്നുണ്ടായിരുന്നു. നിങ്ങളുടെ വിസ കൺസിഡർ ചെയ്യുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് ആപ്ലിക്കേഷൻ ഇട്ടപ്പോഴത്തേക്കും അപ്ഡേറ്റ്സ് വരുന്നുണ്ടായിരുന്നു. അങ്ങനെ ആദ്യത്തെ വിസ ഇട്ട് ഒരു 60 ദിവസത്തിനുള്ളിൽ റിപ്ലൈ വന്നെങ്കിൽ ഇതിട്ടൊരു 4 മാസമായിട്ട് എനിക്ക് ഇങ്ങനെ അപ്ഡേറ്റ്സ് കിട്ടുന്നുണ്ടെന്നല്ലാതെ അതിനൊരു ഡിസിഷൻ കിട്ടുന്നുണ്ടായിരുന്നില്ല. അപ്പോഴാണ് ഇവിടെ ഡിസംബർ 23-ാം തീയതി അച്ഛൻ രാവിലെ ഡെയിലി ബ്രെഡിൻ്റെ ടൈമിൽ പറഞ്ഞു, അച്ഛൻ്റെ ജീവിതത്തിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഡേറ്റാണ് 23. അച്ഛന് പട്ടം കിട്ടിയത് 23-ലാണ്. അപ്പോൾ അച്ഛൻ്റെ 39-ാമത്തെ വാർഷികമായിരുന്നു. അപ്പോൾ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഞാൻ അമ്മയോട് ചോദിച്ചു, എല്ലാവർക്കും ഓരോ ഡേറ്റ് ഇങ്ങനെ പ്രധാനപ്പെട്ടതാണല്ലോ, എൻ്റെ കല്യാണം കഴിഞ്ഞതും ഒരു ഒക്ടോബർ 23-ാം തീയതിയാണ്.
എന്ന് ഞാനിങ്ങനെ എൻ്റെ മനസ്സിൽ പറഞ്ഞു. പക്ഷേ വിസ കിട്ടുമെന്നൊന്നും ഒരു ഉറപ്പില്ല. കാര്യം അത് ഹോളിഡേയുടെ ടൈമാണ്, ഡിസംബർ 23, 24, 25 തീയതി ക്രിസ്മസ് ആണ്. അപ്പോൾ അങ്ങനെ വിസ വരുമെന്നൊന്നും മനസ്സിൽ പോലും പ്രതീക്ഷിച്ചില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ ഡിസംബർ 23 തീയതി 10 മണിയായപ്പോൾ എനിക്ക് ഹോം ഓഫീസിൽ നിന്ന് മെയിൽ വന്നു, വിസ അപ്രൂവ് ആയി എന്ന് പറഞ്ഞിട്ട്. പക്ഷേ എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല. കാര്യം ഒരു മെറിറ്റും ഇല്ല. എൻ്റെ മെറിറ്റ് കൊണ്ടേ അല്ല. ആദ്യം ഞാൻ വിശ്വസിച്ചു എനിക്ക് സർട്ടിഫിക്കറ്റ് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് വിസ കിട്ടും, വിസ ഗ്രാൻഡ് ആവും എന്ന് എനിക്ക് ഒരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. അത് റിജക്ഷൻ വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി കിട്ടാൻ ഒരു വഴിയില്ല, ഒരു ലൂപ്ഹോളും ഇല്ലായിരുന്നു അതിനകത്ത്. പക്ഷേ ലാസ്റ്റ് എൻ്റെ മെറിറ്റ് കൊണ്ടല്ല, നോട്ട് ബൈ മൈ മെറിറ്റ്, എൻ്റെ മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ടാണ്, ഈ മാതാവിൻ്റെ ഗ്രേസ് കൊണ്ട് ഒന്നുകൊണ്ട് മാത്രമാണ് എനിക്ക് ആ വിസ കിട്ടിയതെന്ന് ഞങ്ങൾ രണ്ടുപേരും, ഞങ്ങളുടെ കുടുംബം മുഴുവനും, എൻ്റെ ഫ്രണ്ട് സർക്കിളിലുള്ള എല്ലാവർക്കും അറിയാം. ഞങ്ങളെല്ലാവരും വിശ്വസിക്കുന്നു അമ്മയുടെ കൃപ ഒന്നുകൊണ്ട് മാത്രമാണ് ഞങ്ങൾക്ക് വിസ കിട്ടിയതെന്ന്. പിന്നെ കാരുണ്യ പ്രവർത്തികളായിട്ട് ഞാൻ ചെയ്യുന്നത്, ഞങ്ങൾ പറഞ്ഞ പോലെ ഇതുപോലെ ഫിനാൻഷ്യലി ബുദ്ധിമുട്ടായിട്ടുള്ളവരെ ഹെൽപ്പ് ചെയ്യുമായിരുന്നു. അത് ഉണ്ടായിട്ടല്ല, പക്ഷേ നമുക്ക് കിട്ടുന്ന സാലറിയിൽ നിന്ന് ഒരു എമൗണ്ട് നമ്മൾ ഹെൽപ്പ് ചെയ്യും. അതുപോലെ പത്രം ഞാനിങ്ങനെ പ്രേക്ഷിത പ്രവർത്തനം, ഇവിടുന്ന് പത്രം അവിടേക്ക് കൊറിയർ ചെയ്തിട്ട് നമ്മൾ പത്രം കൊടുക്കുന്നുണ്ടായിരുന്നു അവിടെ ഉള്ളവർക്കൊക്കെ. പിന്നെ നമ്മൾ പള്ളിയിൽ പോവായിരുന്നു. പിന്നെ എൻ്റെ ഫ്രണ്ട്സിനൊക്കെ ഞാൻ ഇതുപോലെ, ഫ്രണ്ട്സിന് മാത്രമല്ല സോഷ്യൽ മീഡിയ ഫുള്ള് അച്ഛൻ്റെ ഡെയിലി ബ്രെഡും അതുപോലെ ധ്യാനവും കൂടുമായിരുന്നു. എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്ത ഒരു വചനമാണ്, നിൻ്റെ ദൈവമായ കർത്താവ് വിജയം നൽകുന്ന യോദ്ധാവ് നിൻ്റെ മധ്യയുണ്ട്. പിന്നെ വേറൊരു കാര്യം പറയാൻ മറന്നുപോയത്, ഞങ്ങൾ വിസ കിട്ടിക്കഴിഞ്ഞിട്ട് അവിടുന്ന് വന്ന ടൈമിൽ ഒരു കാര്യം ഞങ്ങൾ രണ്ടുപേരുടെ ഡിസൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവിടെ ഫസ്റ്റ് എത്ര താമസിച്ചാലും എത്ര ഇതാണെങ്കിലും ഞങ്ങൾ ഇവിടെ വന്നിട്ടേ ഞങ്ങളുടെ വീട്ടിൽ പോലും പോകത്തുള്ളൂ, ആരെയും കാണുള്ളൂ എന്നത്. അതുപോലെ തന്നെ ഞങ്ങൾ എയർപോർട്ടിൽ രാത്രി 9 മണിക്ക്, ഏപ്രിൽ 2 തീയതി 9 മണിക്കാണ് ഇമിഗ്രേഷനൊക്കെ ഇറങ്ങി പുറത്ത് വന്നത്. ഇവിടെ രാത്രി 1 മണിയായപ്പോൾ ഞങ്ങളിവിടെ കൃപാസനത്തിൽ വന്നു. അവിടെ സെക്യൂരിറ്റി ഉണ്ടായിരുന്നു. ആ ചേട്ടൻ നമുക്ക് ഗേറ്റ് തുറന്നു തന്നു. ഫ്രണ്ടിൽ സ്റ്റേജിൻ്റെ അവിടെ നിന്ന് അമ്മയെ കണ്ട് പ്രാർത്ഥിച്ചിട്ടാണ് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോയത്. ഇത്രയൊക്കെ അനുഗ്രഹം തന്ന അമ്മയ്ക്കും തിരുക്കുമാരനും ഒരുപാട് നന്ദി പറയുന്നു. ജീവിതത്തിൽ വന്ന മാറ്റങ്ങൾ, നല്ല ദേഷ്യമുള്ള ആളായിരുന്നു. എല്ലാത്തിനും എല്ലാവരോടും റെസ്പോണ്ട് ചെയ്യണം, എല്ലാവരോടും റിയാക്ട് ചെയ്യണം, തരുന്ന മറുപടിക്ക് തിരിച്ചു കൊടുക്കണം എന്നൊരിതുണ്ടായിരുന്നു. ഇപ്പോൾ അത് ഒരുപാട് കുറവുണ്ട്. പിന്നെ മറ്റുള്ളവരോടാണെങ്കിലും ചില സമയത്ത് ഒട്ടും കരുണയില്ലാത്ത പോലൊക്കെ അടുത്ത് നിൽക്കുന്നവർക്കൊക്കെ ഫീൽ ചെയ്യും. പക്ഷേ അതിൽ നിന്നൊക്കെ ഒരുപാട് മാറ്റം ഉണ്ടായിട്ടുണ്ട്. വർക്ക് ചെയ്യുന്ന കൊളീഗ്സിനോടാണെങ്കിലും നേരത്തെ നന്നായിട്ട് എല്ലാവരോടും ഷൗട്ട് ചെയ്യുകയൊക്കെ ചെയ്യുമായിരുന്നു. ഇപ്പോൾ അതൊക്കെ ഒരുപാട് മാറ്റമുണ്ട്. ഞാൻ കഴിവതും ആരോടും ദേഷ്യപ്പെടാറോ ഒന്നുമില്ല. ദൈവമാതാവിനും തിരുക്കുമാരനും ഒരുപാട് നന്ദി. എൻ്റെ പേര് നിത്യ ബിൻഡോ. ഞാൻ ഇരിങ്ങാലക്കുടയിൽ നിന്ന് വരുന്നു. ഞാനൊരു നഴ്സാണ്. ഞാനിപ്പം 19 തീയതി ഓഗസ്റ്റ് 2024 ന്യൂസിലാൻഡിൽ ക്യാബ് കോഴ്സ് ചെയ്യാൻ പോയി. ഞങ്ങളൊരു 10 പേര് ഒരുമിച്ചാണ് ഞങ്ങൾ ക്യാബ് കോഴ്സ് ചെയ്യാൻ വേണ്ടി ന്യൂസിലാൻഡിൽ പോയത്. ഒരുവിധം എല്ലാവർക്കും അറിയായിരിക്കും, ഇപ്പം ന്യൂസിലാൻഡിൽ ഗവൺമെൻറ് ജോബ് മൊത്തം ഫ്രീസ് ചെയ്തേക്കാണ്. അപ്പം ഞങ്ങൾ ചെന്നപ്പം ഞങ്ങൾക്ക് നല്ല ടെൻഷനുണ്ട്, ജോബ് കിട്ടുമോ ഇല്ലയോ എന്ന് ഭയങ്കര ടെൻഷനായിട്ട് ഇരിക്കുന്ന സമയമാണ്. ക്യാബ് കോഴ്സ് ചെയ്യുമ്പോഴും ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര പേടിയാണ്, ഇത് ചെയ്തിട്ട് വല്ല ഫലമുണ്ടോ, ഓസ്ട്രേലിയയിലാണെങ്കിലും ഭയങ്കര ബുദ്ധിമുട്ടെന്ന് കേൾക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ വളരെ ടെൻഷനിലിരിക്കുന്ന സമയത്താണ് ഞങ്ങൾ 5 പേര് ഒരുമിച്ച് ഞങ്ങൾ വീട്ടിൽ ഞങ്ങൾ നിന്നത്. ഞങ്ങൾ 5 പേരിൽ ഞങ്ങൾ 4 പേര് ക്രിസ്ത്യാനികളും ഒരാൾ മാത്രം ഒരു ഹിന്ദു ചേച്ചിയും ഉണ്ടായിരുന്നു കൂടെ. അപ്പോൾ ഹിന്ദു ചേച്ചി ഇവിടെ വന്ന് ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ കൃപാസനത്തെക്കുറിച്ച് കേട്ടിട്ടുണ്ടെങ്കിലും എനിക്ക് അത്ര വലിയ ഭക്തിയൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പം ഞങ്ങളുടെ വീട്ടിൽ എപ്പോഴും സാക്ഷ്യങ്ങളും അതുപോലെ തന്നെ ജപമാലയൊക്കെയാണ് എപ്പോഴും ഇങ്ങനെ പ്ലേ ചെയ്തുകൊണ്ടിരിക്കുക ഞങ്ങൾ മൊബൈലിൽ. അപ്പോൾ ഞങ്ങൾ ചെന്ന് 2ാമത്തെ ദിവസം ഞങ്ങളിങ്ങനെ ഒരു വീഡിയോ കണ്ടു ഫേസ്ബുക്കിൽ. മെഴുകുതിരിയിൽ ഒരു റോസാപ്പൂവ് വന്നിരിക്കുന്ന ഒരു വീഡിയോ കണ്ടു, നമ്മുടെ കൃപാസനത്തിൻ്റെ മെഴുകുതിരിയിൽ. അപ്പോൾ ഇത് കണ്ടു ഞങ്ങൾ വിട്ടു. വൈകുന്നേരം ഈ ഹിന്ദു ചേച്ചി പ്രാർത്ഥിക്കാൻ ഇരുന്നപ്പം ഞങ്ങളും പറഞ്ഞു ഞങ്ങളും വരാൻ ചേച്ചി എന്നും പറഞ്ഞു ഞങ്ങളെല്ലാവരും 5 പേര് ഒരുമിച്ച് പ്രാർത്ഥിക്കാനിരുന്ന സമയത്ത് ഒരു ഏകദേശം ജപമാല തീരാറായി കഴിഞ്ഞപ്പോൾ നമ്മുടെ മെഴുകുതിരിയുടെ തുമ്പിങ്ങനെ വളഞ്ഞു വരുന്ന പോലെ കണ്ടു. ഇത് കഴിഞ്ഞ് പ്രാർത്ഥന കഴിഞ്ഞു ഞങ്ങൾ തിരി ഊതാൻ വേണ്ടി ചെന്നപ്പോഴാണ് നല്ലൊരു റെഡ് കളറിൽ ഒരു ഹാർട്ട്, നല്ല ജ്വലിക്കുന്ന ഹാർട്ട്. അതെനിക്കിവിടെ എത്ര എക്സ്പ്ലെയിൻ ചെയ്യണമെന്ന് അറിയില്ല, കാരണം അത്രയും ഭംഗിയുള്ള ഒരു ഹാർട്ട് ഇങ്ങനെ വിടർന്ന് നിൽക്കുവാണ്. അപ്പം ഞങ്ങളത് എല്ലാവരും കൂടി പ്രാർത്ഥിച്ചു. അതിനുശേഷം പിറ്റേ ദിവസം ഞങ്ങൾ പള്ളിയിൽ പോയപ്പോഴും അറിയാമല്ലോ എല്ലാവരും ഇംഗ്ലീഷുകാരെ മാത്രമേ കാണുന്നുള്ളൂ. ഞങ്ങൾ ചെന്നപ്പോൾ വഴിയിൽ 2 മലയാളി നഴ്സുമാർ തന്നെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ അവരോട് വർത്തമാനം പറഞ്ഞപ്പം ഞങ്ങൾ തലേ ദിവസത്തെ ഒരു ഞങ്ങളുടെ അനുഭവം അവരോട് പറഞ്ഞു. കാരണം അവരുടെ കയ്യിൽ കൃപാസനത്തിൻ്റെ കാശ് രൂപം ഞങ്ങൾ കണ്ടു.
അപ്പോൾ അവരോട് പറഞ്ഞപ്പോൾ അവർ ഞങ്ങളോട് പറഞ്ഞു, മക്കളെ നിങ്ങൾ ഇന്ന് തന്നെ പോയിട്ട് ഓൺലൈൻ ഉടമ്പടി എടുക്കുക, ഇപ്പോൾ ഇതല്ലേ പറ്റുള്ളൂ, നിങ്ങൾ ഓൺലൈൻ ഉടമ്പടി എടുക്കാൻ പറഞ്ഞു. ഞങ്ങൾ അപ്പം തന്നെ വീട്ടിൽ ചെന്നു, ഓൺലൈൻ ഉടമ്പടി എടുത്തു. ഞങ്ങൾ ബാക്കി 4 പേരും ഓൺലൈൻ ഉടമ്പടി എടുത്തു, പ്രാർത്ഥിക്കാൻ തുടങ്ങി. അപ്പം നമ്മുടെ ബഹുമാനപ്പെട്ട അച്ഛൻ്റെ ധ്യാനം ഞങ്ങൾ കേൾക്കാൻ തുടങ്ങിയായിരുന്നു. അപ്പം അച്ഛൻ പറയുന്ന ഒരു വാക്കുണ്ട്, നിങ്ങൾ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിക്കണം. അപ്പം ഞങ്ങൾ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചു. ഞാനിട്ട ഡേറ്റ് എന്ന് പറഞ്ഞാൽ ജനുവരി 16 എന്ന് പറഞ്ഞ ഡേറ്റാണ്. ഞങ്ങൾ വിസിറ്റിംഗ് വിസയിലാണ് പോയത്. 6 മാസമാണ് ഞങ്ങൾക്ക് ന്യൂസിലാൻഡിൽ നിൽക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ ജനുവരി 16 തീയതിക്കുള്ളിൽ എനിക്കൊരു ജോലി വേണം ഈശോയെ മാതാവി എന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. പിന്നീട് കുറേ ഇൻ്റർവ്യൂസൊക്കെ അറ്റൻഡ് ചെയ്തു. എല്ലാ ഇൻ്റർവ്യൂവും കഴിയുമ്പോൾ കരയാൻ മാത്രമേ നേരമുള്ളൂ. ഇപ്പോഴത്തെ എല്ലാവർക്കും അറിയാം ആ ഒരു സിറ്റുവേഷൻ. ഇതൊക്കെ കഴിഞ്ഞു. ജനുവരി 8 തീയതി എനിക്കൊരു ഇൻ്റർവ്യൂ വന്നു. ഞാനതിന് പാസ്സായി. അതുപോലെ ഞങ്ങൾ എപ്പോഴും ഈ ജപമാല ഞങ്ങൾ മുടക്കാതെ, എത്ര നേരം വൈകിയാലും ഞങ്ങൾ ജപമാല ഞങ്ങൾ മുടക്കായിരുന്നില്ല. നമ്മൾ കാലത്തെ 5:30 പ്രാർത്ഥനയും വൈകുന്നേരം സന്ധ്യാപ്രാർത്ഥനയ്ക്ക് ശേഷം കൂടിയുള്ള ചേച്ചിയുടെ മെഴുകുതിരി കത്തിച്ച് ഞങ്ങൾ പ്രാർത്ഥന എത്തിക്കുമായിരുന്നു. അപ്പോൾ ആ പ്രാർത്ഥനയിൽ ഞങ്ങൾക്ക് ഒട്ടുമിക്ക ദിവസവും പല പല അടയാളങ്ങളാണ് ഞങ്ങൾ കണ്ടുകൊണ്ടിരുന്നത്. മാതാവിൻ്റെ പല പല രൂപങ്ങൾ, റോസാപ്പൂവ്, ഹാർട്ട്, പിന്നെ ഈ മെഴുകുതിരി ഉരുകി വരുമ്പം സൈഡിൽ മാതാവിൻ്റെ രൂപം. ഇതൊക്കെ എൻ്റെ ഒരു മൊബൈലിൽ ഒരു സ്റ്റോറേജ് ഏകദേശം ഫുള്ളായിട്ടുണ്ട്, ഫോട്ടോ എടുത്ത്. അതുമാതിരി അത്ഭുതങ്ങളാണ് ഞങ്ങളിവിടെ കണ്ടുകൊണ്ടിരുന്നത്. എന്തായിരുന്നാലും എനിക്കൊരു ജോലി കിട്ടി. അതുപോലെ നമ്മുടെ അഖണ്ഡ ജപമാലയുടെ ദിവസം ജപമാല ഞങ്ങൾ ഗ്രൂപ്പ് കോൾ ചെയ്താണ് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത്. ഞങ്ങൾ 10 പേര് ഒരുമിച്ച് പോയൊരു ഞങ്ങൾ ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് ഞങ്ങൾ ഒരു ഗോഡ്സ് ഏഞ്ചൽസ് മരിയൻ വിങ്സ് എന്നും പറഞ്ഞ ഒരു ഗ്രൂപ്പ് ഉണ്ട്. ആ ഗ്രൂപ്പിനകത്ത് ഞങ്ങൾ ഗ്രൂപ്പ് കോൾ ചെയ്ത് ഞങ്ങൾ എല്ലാവരും ജപമാല എത്തിക്കുമായിരുന്നു. പലരും പല സ്ഥലത്താണ്. അപ്പോൾ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പം ഞങ്ങൾക്ക് അന്ന് വന്ന ഒരു അടയാളമാണ് ഒരു M എന്ന് പറഞ്ഞ ലെറ്റർ, തിരിയിലാണ് കേട്ടോ, M എന്ന് പറഞ്ഞ ലെറ്ററും പിന്നെ ഒരു 5 എന്ന് പറഞ്ഞിട്ടുള്ളൊരു സംഖ്യം വന്നു. അതെന്താണെന്ന് അപ്പം ഞങ്ങൾക്ക് മനസ്സിലായില്ല. പക്ഷെ ഞങ്ങൾക്ക് ഇപ്പം ഞങ്ങൾ ക്യാബ് കോഴ്സ് ചെയ്തു. ഞങ്ങൾ 10 പേരിൽ 5 പേർക്ക് ജോലി റെഡിയായി. അതിൽ 2 പേര് ന്യൂസിലാൻഡിൽ ഇപ്പോൾ ജോലി ചെയ്യുന്നുണ്ട്. എൻ്റെ കൂടെ തന്നെ ഞങ്ങൾ വന്ന് ഈ 10 പേരിൽ തന്നെ ഒരാളും കൂടി എൻ്റെ കൂടെ നാളെ ഓസ്ട്രേലിയയിലേക്ക് ഞങ്ങൾ പോവുകയാണ്. അതുപോലെ തന്നെ ഒരാൾക്കും കൂടി ഇപ്പോൾ റീസെൻ്റ്ലി കിട്ടിയിട്ടുണ്ട്. എന്തായാലും 1000 നന്ദി. ഇത്രയും വലിയൊരു സിറ്റുവേഷനിൽ ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു ജോലി തന്ന് അനുഗ്രഹിച്ച മാതാവിനും തിരുക്കുമാരനും 1000 നന്ദി. താങ്ക് യു. ഒരു കാര്യം പറയാൻ മറന്നുപോയി. അവിടെ ന്യൂസിലാൻഡിലായിരിക്കുമ്പോൾ നമുക്ക് അധികം കാര്യങ്ങൾ ചെയ്യാൻ പറ്റിയിട്ടില്ല. എന്നാലും ഞങ്ങളെക്കൊണ്ട് പരമാവധി പറ്റാവുന്ന രീതിയിൽ ഞങ്ങളെ ലാൻഡ് ലോണറിൻ്റെ വീട്ടിൽ അവർ പ്രായമായവരാണ്. അപ്പം അവർക്ക് വേണ്ട സഹായങ്ങൾ, വീട്ടിൽ ചെറിയ ചെറിയ സഹായങ്ങൾ പറ്റാവുന്നതൊക്കെ അവർക്ക് ഞങ്ങൾ ചെയ്തു കൊടുത്തായിരുന്നു. പിന്നെ ഞങ്ങൾക്ക് അവിടെ ഒരു കമ്മ്യൂണിറ്റി സെൻറ്റർ ഉണ്ട്. അവിടെ പോയിട്ട് അവിടെ ഡ്രസ്സുകളൊക്കെ നമ്മൾ പാവപ്പെട്ടവർക്ക് കൊടുക്കുന്ന ഒരു സ്ഥലമൊക്കെയാണ്. അപ്പോൾ അവിടെ പോയിട്ട് അതൊക്കെ മടക്കി വെക്കാനൊക്കെ ആയിട്ടും അങ്ങനെയൊക്കെ സാധനങ്ങളൊക്കെ ഒതുക്കി വെക്കാനൊക്കെ ആയിട്ട് ഞങ്ങൾ സഹായിച്ചായിരുന്നു. പിന്നെ കുർബാന, കുമ്പസാരം അതൊന്നും ഞങ്ങൾ മുടക്കിയിട്ടില്ല. അവിടെയെന്ന് പറഞ്ഞാലും മലയാളം പള്ളിയുണ്ട്, അച്ഛന്മാരുണ്ട്. അപ്പോൾ അവിടെ കുർബാനയാണെങ്കിലും കുമ്പസാരാണെങ്കിലും ഒന്നും ഞങ്ങൾ സൺഡേസിലൊക്കെ പോയി മാക്സിമം പറ്റാവുന്ന രീതിയിൽ ഞങ്ങൾ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. ഇനി അങ്ങോട്ട് ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുത്തത് ഇന്നിപ്പോൾ വന്ന് ഇവിടെ ഉടമ്പടി എടുത്തു. അതുപോലെ തന്നെ ഇൻ്റർവ്യൂവിന് അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ കാശുരൂപം വെച്ചിട്ട് ഞങ്ങൾ ലാപ്ടോപ്പിൻ്റെ സൈഡിൽ കാശുരൂപം വെച്ച് പ്രാർത്ഥിക്കും. വളരെ ടെൻഷൻ ഫ്രീ ആയിട്ട് നമുക്ക് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാനായിട്ട് അത് കാരണം പറ്റിയിട്ടുണ്ട്. ഒട്ടും തന്നെ വിറയൊന്നും ഇല്ലാതെ നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റി. അതുപോലെ ഇൻ്റർവ്യൂ നമ്മൾ ഓരോ ഹോസ്പിറ്റലിലൊക്കെ CV കൊണ്ടു കൊടുക്കാൻ പോകുമ്പോൾ ഉപ്പ് ഞങ്ങളെടുത്ത് കയ്യിൽ പിടിക്കും. അതുപോലെ കാശുരൂപം നമ്മളിങ്ങനെ കയ്യിൽ പിടിക്കുക, എല്ലാവരും ഇങ്ങനെ മാറി മാറി കയ്യിൽ പിടിക്കും. കാരണം ഒരു കാശുരൂപേ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾ എല്ലാവരും അത് മാറി മാറി കയ്യിൽ പിടിച്ചിട്ടാണ് ഞങ്ങൾ CV കൊടുക്കാൻ പോവുക. എന്തായാലും ഞങ്ങൾക്കൊരു ജോലി ദേവമാതാവ് തന്നു. ഇനി ബാക്കിയുള്ളവർക്കും കൂടി ജോലി എത്രയും വേഗം കിട്ടട്ടെ. ഇത് ന്യൂസിലാൻഡിലേക്ക് വരാനിരിക്കുന്നവരും അതുപോലെ തന്നെ ജോലി ഇല്ലാതെ കഷ്ടപ്പെടുന്ന ഒരുപാട് നഴ്സുമാരുണ്ട്. എല്ലാവർക്കും ദേവമാതാവിനോട് കൂടുതൽ പ്രാർത്ഥിക്കുക, ഭക്തിയിൽ നിലനിൽക്കുക. താങ്ക് യു.